Good morning. ഇനി നമ്മൾ പഠിക്കാൻ പോണത് നോൺ പാരാമെട്രിക് മെത്തേഡ്സ് എന്ന് പറഞ്ഞ മൊഡ്യൂളിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ്. ചാപ്റ്റർ 2 സെവറൽ സാമ്പിൾ ടെസ്റ്റ്. അപ്പോൾ ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ പാരാമെട്രിക് മെത്തേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് എപ്പോഴാണ് ഉപയോഗിക്കുക, അതിന്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് അതൊക്കെയാണ് പറഞ്ഞിരുന്നത്. പിന്നെ അതിൽ നമ്മൾ പറഞ്ഞിരുന്നു പല ടൈപ്പ് ടെസ്റ്റുകൾ ഉണ്ട്. ഇപ്പോൾ സൈൻ ടെസ്റ്റ്, മീഡിയൻ ടെസ്റ്റ്, അങ്ങനെ പല നോൺ പാരാമെട്രിക് മെത്തേഡ്സ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇനി അതിനെ കുറിച്ച് ഓരോന്നിനെയും കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പൊ നോക്കാം. ടു സാമ്പിൾ ടെസ്റ്റ്. The two sample tests are used to evaluate the effectiveness of two treatments, two methods, say teaching or two promotional strategies in business and economics. അതായത് നമ്മൾ ഇതിൽ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മെത്തേഡ്സ്, രണ്ട് ട്രീറ്റ്മെന്റ്സ് ചെയ്യുമ്പോൾ അതിന്റെ ടെസ്റ്റ് അതിന്റെ എഫക്റ്റീവ്നെസ്, നമ്മൾ രണ്ട് മെത്തേഡ് അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ എഫക്റ്റീവ്നെസ് ടെസ്റ്റ് ചെയ്യാനായിട്ടാണ് ടു സാമ്പിൾ ടെസ്റ്റ് നോക്കുന്നത്. In each these case, the sample which has been administered with the treatment is compared with one while has been administered with another treatment. അതായത് ഒരു മെത്തേഡിനെ മറ്റേത് വെച്ചിട്ട് കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. For example, while comparing the two advertising strategies on two group of consumers, one group might react differently compared to other, not because of the advertising alone, but also because the other factors such as their background, social status, etc. അതായത് ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് അഡ്വർടൈസിങ് സ്ട്രാറ്റജീസ്, രണ്ട് അഡ്വർടൈസ്മെന്റ് നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പല കമ്പാരിസൺസ് വരും. നമ്മളത് അഡ്വർടൈസ്മെന്റ് മാത്രമല്ല നോക്കുക, ബാക്ക്ഗ്രൗണ്ട്, അതിന്റെ സോഷ്യൽ സ്റ്റാറ്റസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ കമ്പയർ ചെയ്യും. ഇൻ പ്രോബ്ലംസ് ഓഫ് ദി ടൈപ്പ് ദർ ക്യാൻ ബി ടു ഇൻഡിപെൻഡന്റ് സാമ്പിൾസ് ഓർ ദി സെയിം സാമ്പിൾ സ്റ്റഡീഡ് എഗെയിൻ. അപ്പോൾ ഇതിൽ നമുക്ക് വേണമെങ്കിൽ രണ്ട് ഇൻഡിപെൻഡന്റ് സാമ്പിളിനെ സ്റ്റഡി ചെയ്യാം, അല്ലെങ്കിൽ സെയിം സാമ്പിളിൽ തന്നെ രണ്ട് മെത്തേഡ് അപ്ലൈ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ദാറ്റ് ഈസ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ അഡ്വർടൈസിങ് കമ്പയിൻ. അതായത് സെയിം ഇതിൽ ചെയ്യുകയാണെങ്കിൽ ബിഫോർ ആഫ്റ്റർ അങ്ങനെയാണ് നോക്കുക. ഇനി ആദ്യത്തെ നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആണ് സൈൻ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദിസ് ടെസ്റ്റ് ഈസ് ബേസ്ഡ് ഓൺ സൈൻ ഓഫ് പെയർ ഓഫ് ഒബ്സർവേഷൻസ്. നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ചാപ്റ്ററിൽ ജസ്റ്റ് പറഞ്ഞിരുന്നു, അതായത് നമ്മൾ പ്ലസ് മൈനസ് സൈൻ കൊടുത്തിട്ടാണ് ചെയ്യണത്. The test is of particular use when the measurements of observations are on qualitative basis. നമ്മൾ അതായത് മെയിൻ ആയിട്ട് ഈ നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ ഉപയോഗിക്കുന്നത് ക്വാളിറ്റേറ്റീവ് ബേസിസിലാണ്. അതായത് ക്വാണ്ടിറ്റി അല്ലാണ്ട്, ക്വാണ്ടിറ്റി, നമ്പർ, വാല്യൂസ് അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ പാരാമെട്രിക് ആണ് ഉപയോഗിക്കുക. അതല്ലാണ്ട് ക്വാളിറ്റി ബേസ്ഡ് വരുമ്പോഴാണ് നമ്മൾ ഈ നോൺ പാരാമെട്രിക് ഉപയോഗിക്കുക. Suppose for example, in a market research study, the researchers select panel of 35 people and obtain their attitudes towards company's product. He then shows an advertisement and get their response towards the product. For every person whose rating the product increased, we have a plus sign, and those who are rating have declined, we have negative sign, and for that one which remains unchanged, the corresponding sample observation is dropped from the analysis. ഇനിയിപ്പോ നമ്മൾ സൈൻ ടെസ്റ്റ് ചെയ്യണ അതിന്റെ ഒരു എക്സാമ്പിൾ, സിറ്റുവേഷൻ, അതായത് ക്വാളിറ്റി ബേസ്ഡ് ആണെന്ന് പറഞ്ഞല്ലോ, അതായത് നമ്പേഴ്സ് വാല്യൂസ് ഒന്നും തന്നെ വരുന്നില്ല. അത് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് 35 പീപ്പിൾ അടങ്ങുന്ന ഒരു പാനൽ അവരെയാണ് നമ്മൾ ആ ഒരു പാനലിൽ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. അതിൽ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ്, ആദ്യം തന്നെ കമ്പനിയുടെ പ്രൊഡക്റ്റ് കാണിച്ചിട്ട് ആ 35 പീപ്പിളിന്റെ റേറ്റ് എടുത്തു. ആ പ്രൊഡക്റ്റിന് അവർ എത്രയാണോ റേറ്റ് കൊടുക്കുന്നത് ആ റേറ്റ് നമ്മൾ എടുത്തു. അത് കഴിഞ്ഞിട്ട് അവർ ആ പ്രൊഡക്റ്റിന്റെ ഒരു അഡ്വർടൈസ്മെന്റ് കാണിച്ചു. അത് കഴിഞ്ഞിട്ടും അഡ്വർടൈസ്മെന്റ് കാണിച്ചു കഴിഞ്ഞിട്ടും നമ്മൾ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള അവരുടെ റെസ്പോൺസ് എടുത്തു. അപ്പോ നമ്മൾ അഡ്വർടൈസ്മെന്റ് കാണിച്ചതിന് ശേഷം ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള റേറ്റിംഗ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പ്ലസ് എന്ന് പറഞ്ഞ സൈൻ കൊടുക്കും. അതെല്ലാം അഡ്വർടൈസ്മെന്റ് കാണിച്ചപ്പോൾ അവർക്ക് ഇഷ്ടക്കുറവാണ്, അതായത് പ്രൊഡക്റ്റിനെ കുറിച്ച് വലിയ ഇൻട്രസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ, റേറ്റിംഗ് കുറയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മൈനസ് സൈൻ കൊടുക്കും. ഇനിയിപ്പോ പ്രത്യേകിച്ചൊന്നും, അതായത് അഡ്വർടൈസ്മെന്റ് കാണിക്കുന്നതിന് മുമ്പും കാണിച്ചതിന് ശേഷവും റേറ്റിംഗിൽ മാറ്റമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഒന്നും ചെയ്യില്ല, നമ്മൾ അതിനെ അവരുടെ റെസ്പോൺസിനെ ഡ്രോപ്പ് ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ ബിഫോർ ആൻഡ് ആഫ്റ്റർ നമ്മൾ സ്റ്റഡി ചെയ്യാണ് ചെയ്യുന്നത്. അഡ്വർടൈസ്മെന്റ് പ്രൊഡക്റ്റിനെ കുറിച്ച് ആദ്യം പ്രൊഡക്റ്റ് മാത്രം കാണിച്ചിട്ട് പിന്നെ ഒരു അഡ്വർടൈസ്മെന്റ് കാണിച്ചതിന് ശേഷമുള്ള റെസ്പോൺസ് എടുക്കാണ്. അപ്പൊ റെസ്പോൺസിൽ
കൂടുതൽ റേറ്റിംഗ് ആൾക്കാർ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് പ്ലസ് ഇടും. അതല്ല ഇനിയിപ്പോ റേറ്റിംഗ് കുറയാണ് ചെയ്യണമെങ്കിൽ മൈനസ് ഇടും. ഇനി പ്രത്യേകിച്ച് ഒന്നും അൺചേഞ്ച്ഡ് ഒരു മാറ്റവും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ കൺസിഡർ ചെയ്യില്ല. നമ്മൾ അതിനെ അവരുടെ ഒബ്സർവേഷൻ അതിനെ നമ്മൾ ഒമിറ്റ് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. ഇനി the null hypothesis to be tested by sign test is that probability of xa greater than xb equal to probability of xa less than xb equal to 1/2. xa is the rating obtained before the advertisement and xb is the rating after the advertisement. അതായത് നമ്മൾ അഡ്വർടൈസ്മെന്റ് കാണിക്കണതിന് മുമ്പുള്ള പ്രൊഡക്റ്റിന്റെ റേറ്റിനെ എക്സ് എന്ന് ഡിനോട്ട് ചെയ്തു. അഡ്വർടൈസ്മെന്റ് കാണിച്ചതിന് ശേഷമുള്ള റേറ്റിംഗിനെ എക്സ് ബി എന്ന് എടുത്തു. ഇനി അതിന്റെ പ്രോബബിലിറ്റി എടുക്കാണ്. ആദ്യത്തെ എക്സ് എ ഗ്രേറ്റർ ദാൻ എക്സ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആദ്യത്തെ റേറ്റിംഗ് ആണ് കൂടുതൽ. അഡ്വർടൈസ്മെന്റ് കാണിച്ചപ്പോൾ റേറ്റ് കുറയുകയാണ് ചെയ്തത്. അതിന്റെ പ്രോബബിലിറ്റി ഈക്വൽ ടു ഇതെന്താണ് ഒരു അഡ്വർടൈസ്മെന്റ് കാണിച്ചപ്പോൾ ഉള്ള റേറ്റിംഗ് കൂടുകയാണ് ചെയ്തത്. അത് ഈക്വൽ ടു 1/2. മറ്റേത് നമ്മൾ ഇഗ്നോർ ചെയ്യും. ഒരു മാറ്റവും ഇല്ല എന്നുണ്ടെങ്കിൽ, അതായത് കൈ എ ഈക്വൽ ടു കൈ ബി ആണെന്നുണ്ടെങ്കിൽ, കൈയല്ല സോറി എക്സ് എ ഈക്വൽ ടു എക്സ് ബി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഒമിറ്റ് ചെയ്യും. അത് റേറ്റിംഗ് കുറഞ്ഞതും റേറ്റിംഗ് കൂടിയതും അതിന്റെ പ്രോബബിലിറ്റി 1/2 എന്ന് എടുക്കും. In case of small samples, the probability associated with the occurrence of particular numbers of plus s and minus s determined with the help of binomial distribution with p equal to q equal to 1/2. Small sample ആണെന്നുണ്ടെങ്കിൽ നമ്മൾ binomial distributionൽ p q 1/2 ആയിട്ട് എടുക്കും. n is the sample size, x is the number of pure signs. Okay, അപ്പൊ ഇതാണ് ഇതിൽ പറയുന്നത്. അപ്പൊ മെത്തേഡ് ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി അടുത്ത ഒരു മെത്തേഡാണ്. മെത്തേഡ്സ് എല്ലാം പറഞ്ഞു പോയിട്ട് എക്സാമ്പിൾസ് അത് കഴിഞ്ഞിട്ട് പറയാമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് വിൽകോക്സൺ മാച്ച്ഡ് പെയർസ് സൈൻ റാങ്ക് ടെസ്റ്റ് ആണ്. അടുത്തൊരു മെത്തേഡാണിത്. യു വിൽ റീകോൾ ദാറ്റ് ദി സൈൻ ടെസ്റ്റ് വാല്യൂ ഡിഫറൻസ് ഓഫ് സ്കോർസ് വാസ് used only to determine the sign, but its magnitude was not taken into the account. നമ്മൾ അതായത് സൈൻ ടെസ്റ്റിൽ വെറുതെ പ്ലസ് മൈനസ് എന്ന് കൊടുക്കുന്നുള്ളൂ. അവിടുത്തെ വാല്യൂസ് നമ്മൾ എടുക്കുന്നില്ല. The Wilcoxon matched pair sign test incorporates this additional information and attached a greater weight to matched pairs, which shows larger difference. This is therefore a more powerful test than sign test. Sign ടെസ്റ്റിനേക്കാളും കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുള്ള ടെസ്റ്റ് ആണ് വിൽകോക്സൺ മാച്ച്ഡ് പെയർ സൈൻ റാങ്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. It is very frequent to come across two related samples. The common examples are study where wife and husband are matched, or some subject are studied before and after experiments. We are trying to compare output of two machines. ഇനി ഇത് ഉപയോഗിക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തോരം മാച്ച് ഉണ്ട് എന്ന് നോക്കണത്, പൊരുത്തം നോക്കണത്. ഇനി സം സബ്ജക്ട്സ് നമ്മളൊരു കാര്യത്തെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് പഠിച്ചതിന് ശേഷം ഉള്ള വ്യത്യാസം നോക്കണത്, അല്ലെങ്കിൽ രണ്ട് മെഷീൻസിന്റെ ഔട്ട്പുട്ട് കമ്പയർ ചെയ്യേണ്ടത്, അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻസ് ക്വാളിറ്റി ബേസ്ഡ് ഉള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കുന്നത്. The null hypothesis to be tested in the case is that there is no difference in two groups with respect to characterized under study. ഇവിടെ നമ്മൾ null hypothesis ആയിട്ട് എടുക്കുന്നത് ഈ കമ്പയർ ചെയ്യണ രണ്ടെണ്ണം തമ്മിൽ ഒരു വ്യത്യാസം ഇല്ല എന്നാണ് നമ്മൾ null hypothesis എടുക്കുന്നത്. അപ്പോൾ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ത് വരും? വ്യത്യാസം ഉണ്ട് എന്ന് വരും. ഇനി അതിന്റെ പ്രൊസീജിയേഴ്സ് ആണ് കൊടുത്തേക്കുന്നത്. Let DI represent the different score for any matched pair. The rank all DI without regard to their sign. അത് ആദ്യം തന്നെ നമ്മൾ രണ്ട് ഇതിന്റെ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കും. To each rank prefix the sign of difference. If any DI equal to 0, delete it, reduce the sample size accordingly. ഇനി ആ ഡിഫറൻസ് 0 വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഡിലീറ്റ് ചെയ്ത് കളയുക. ആ 0 ഉള്ളത് നമ്മൾ നോക്കില്ല. If there are ties in some such values of DI sign, an average rank to such pairs by averaging their rank positions. Suppose in our sample size 6, DI values minus 0.5, minus 1, minus 2, minus 2, 2, 3. അതായത് സെയിം വാല്യൂസ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ആവറേജ് എടുക്കും എന്നാണ് പറയുന്നത്. അതിന്റെ ആവറേജ് എന്ന് പറയുമ്പോൾ 0. അതിന്റെ ആബ്സല്യൂട്ട് വാല്യൂസ് എന്ന് പറയുമ്പോൾ മൈനസ് കളഞ്ഞിട്ടുള്ളത് 0.5, 1, 2, 2, 2, 3. എന്നിട്ട് നമ്മൾ അപ്പൊ അത് ആവറേജ് ആബ്സല്യൂട്ട് വാല്യൂ എടുക്കുമ്പോൾ 2 തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ ആവറേജ് ആണ് എടുക്കുക. The test statistic T is calculated, which happens to smaller sum of like sign rank obtained by totaling the rank with positive signs
and totaling separately all ranks with negative signs. The smaller of this sum is t. For the purpose of accepting or rejecting the null hypothesis of no difference between the values of given pairs of observation at a desired level of significance, we compare the observed value of t with the tabulated value of t in given value. If the calculated value is less than or equal to tabulated value, we reject the null hypothesis. അപ്പോൾ ഇതാണ് ഇതിന്റെ പ്രൊസീജിയേഴ്സ്. വിൽകോക്സൺ നമ്മൾ ഡിഫറൻസ് കാണും, രണ്ടെണ്ണത്തിന്റെ ഡിഫറൻസ് കാണും. ഡിഫറൻസ് 0 ആണെന്നുണ്ടെങ്കിൽ നമ്മളത് ഇഗ്നോർ ചെയ്യും. ഇനിയിപ്പോ സെയിം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ആവറേജ് എടുക്കും. പിന്നെ നമ്മളൊരു ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ടി എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യും. പിന്നെ ആ ടേബിളിലെ ടിയും നമുക്ക് കിട്ടിയ ടിയും തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്ന് നോക്കുന്നത്. സെയിം ടി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ null hypothesis accept ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഡിഫറൻസ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ റിജക്ട് ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ ഈ രണ്ട് മെത്തേഡ്സിന്റെ എക്സാമ്പിൾസ് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, അപ്പൊ താങ്ക് യു.